എല്ലാവർക്കും മലയാളി വെബ്സിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ പുതിയൊരു എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദേവേനി ആൻമേരിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയുടെ ആ ഫംഗ്ഷൻ അവാർഡ് ചടങ്ങ് എങ്ങനെയെങ്കിലും ഒളിഞ്ഞെങ്കിലും നിന്ന് എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ ദേവേനി ഇങ്ങനെ പറയുന്ന സമയത്ത് ആൻമേരിയെ പറയുന്നുണ്ട്, അതിനുള്ള വഴിയൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനിക്ക് വളരെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിക്ലസിൻ്റെ ഫോട്ടോ ഒക്കെ ആൻമേരിയയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മോളും ഗ്രേസി ആയതുകൊണ്ട് എനിക്ക് വേറെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല, എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ ആ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ച് തുടങ്ങിക്കോ, അല്ലെങ്കിൽ മോൾക്ക് തിരക്കാണെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാലും മതി എന്നൊക്കെ പറയുന്ന സമയത്ത് പറയുകയാണ്, എനിക്ക് വലിയ തിരക്കൊന്നുമില്ല, ഞാൻ ഇതിന് എല്ലാത്തിൻ്റെ മുന്നിൽ ഞാൻ തന്നെ നേതൃത്വം നിന്ന് ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ ആൻറ്റിയോട് പറയുകയാണ്. അതിനുശേഷം ദേവേനി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആൻമേരിയ നയനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്തിട്ട് നയന ഫോൺ എടുക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, ഹലോ ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആൻമേരിയയാണ്, അന്ന് ചാനലിൽ മേളത്തെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തില്ലേ ആ ഡിസൈനിൻ്റെ, അത് ഞാനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, വുമൻസ് കൾച്ചറൽ സൊസൈറ്റി, അതൊരു സംഘടന WCS ആണ്, അതിൻ്റെ ഡിസൈനർ ഓഫ് ഇയർ ആയിട്ട് മേഡത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം നയനിങ്ങനെ ഞെട്ടിപ്പോവണേ, എന്നെയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്, എന്നെയാണോ എന്ന്. അപ്പോൾ പറയാം, അതെ, മേഡത്തിൻ്റെ ഡിസൈനൊക്കെ ഞങ്ങളെ പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുകയാണ്, അത് ഗ്രേസി എൻ്റെ മോളല്ലേ എന്ന്. അപ്പോൾ അതെ, എന്നെപ്പറ്റി ആരെങ്കിലും അവിടെ പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല, അന്ന് ന്യൂസ് റിപ്പോർട്ടർ വന്ന സമയത്ത് ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയുടെ സുഹൃത്തിൻ്റെ മോളാണ് ആൻമരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഈ കാര്യമൊന്നും ഞാൻ ആൻറ്റിയോട് പറഞ്ഞില്ല എന്ന് ആൻമേരി പറയുകയാണ് കേട്ടോ. അതെന്താ പറയാത്തെ? അല്ല, ആൻറ്റിക്ക് മരുമകളെ അത്ര ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് വെറുതെ എന്തിനാ ഞാൻ പറഞ്ഞു വായിരിക്കുന്നതൊക്കെ കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്നൊക്കെ ഇങ്ങനെ ആൻമേരിയെ പറയണം കേട്ടോ. ആ സമയത്ത് നയനയ്ക്കൊരു മനസ്സിലാവുന്നുണ്ട് കാര്യം, ഇത് അമ്മയാണ് ഒപ്പിച്ച പണിയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാവും. ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നയന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാനായിട്ട് എന്തായാലും ഇതാരോടും പറയാൻ പോകുന്നില്ലേ, അറിയുന്നുണ്ടെങ്കിൽ എല്ലാ പേരും ആൻമേരിയയുടെ നാവിൽ നിന്ന് തന്നെ അറിയട്ടെ, ഇതെന്തായാലും എൻ്റെ അമ്മായിയമ്മ തന്നെയാണ് ഒപ്പിച്ചത് എന്ന് മനസ്സിലാവേണം കേട്ടോ. മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇതിന് തന്നെയാണ് ആൻമേരിയെ വിളിച്ചതും അമ്മ കാണാൻ പോയതും, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കണേ, ഇത് ഏതുവരെ പോകുന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ നയന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് അനാമികയുടെ വീടാണ് കാണിക്കുന്നത്. രേവതിയും വേണുവൊക്കെ അടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അനാമിക വേണുവിൻ്റെ കയ്യിൽ എണ്ണയൊക്കെ ഇട്ട് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണുവിന് നല്ല വേദന എടുക്കുന്നുണ്ട്. ഒന്ന് പയ്യെ തടവ് മോളെ എന്നൊക്കെ പറയുകയാണ്. നന്നായിട്ട് എൻ്റെ എല്ലൊക്കെ ഒടിഞ്ഞെന്നാണ് തോന്നുന്നത്, ഇനി ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ മാത്രമേ ശരിയാവത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. രേവതിയും പറയുന്നുണ്ട്, എൻ്റെ ശരീരവും മൊത്തവും പോയി, ഇനി അവിടെ പോയി കിടന്ന് ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ നടത്തിയാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇവർ മൂന്നുപേരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടേക്ക് ആരോ വന്ന് ഹോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണുവിന് പേടിയായിട്ട് പറയുകയാണ്, അയ്യോ ഇനി ഈ പകൽ സമയത്ത് ആരാണോ എന്തോ വരുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആരെങ്കിലും പകൽ സമയത്ത് വന്ന് അടിക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പറയാൻ പറ്റത്തില്ല, ഇനി എപ്പോഴും ഏത് വഴിക്കാണ് അടിയൊക്കെ വരുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ വേണു. അപ്പോഴത്തേക്കും രേവതി പറയാണ്, മോള് പോയി ആ ജനലിൽ കൂടെ പോയി നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ആരാണെന്ന്. അങ്ങനെ അനാമിക പോയി നോക്കുന്ന സമയത്ത് അത് അനിയായിരുന്നു കേട്ടോ. അങ്ങനെ അനാമിക ചെന്ന് വാതിലൊക്കെ തുറന്നു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക. ആരാ അച്ഛനും അമ്മയും വീട്ടിൽ കയറി ഇങ്ങനെ സ്ഥിരമായിട്ട് തല്ലുന്നത് എന്നിങ്ങനെ അനി ചോദിക്കുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ആളെയൊക്കെ ഞങ്ങൾക്കറിയാം, ഒരു പെണ്ണും 2 പയ്യന്മാരുമാണ് പ്രതികളെന്ന് പറയുകയാണ്. അതിലിപ്പോൾ ഒരു പയ്യൻ എൻ്റെ മരുമോനാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അനി ഞാനോ, എനിക്കതിൻ്റെ ആവശ്യം എന്തോന്ന്, അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്നിങ്ങനെ പറയണേ. എങ്കിൽ പിന്നെ പോലീസിൽ പരാതി കൊടുത്താൽ പോരെയായിരുന്നു. അത് പോലീസിൽ പരാതി കൊടുത്താലും അവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, മനസ്സിലായില്ലേ, അതായത് നിങ്ങളുടെ കാമുകിയാണ് എന്ന് പറയണം. അവളല്ലേ ഗുണ്ടായിട്ട് നടക്കുന്നത്, അവളെ ഇപ്പം തന്നെ കണ്ടില്ലേ, പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് കോടതിയിൽ നിന്ന് അവളെ രക്ഷപ്പെട്ട് വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. അവൾ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്
ചെയ്തതൊക്കെ തെളിവും ഉണ്ടായിരുന്നു, എന്താണെന്നുള്ളത് നീ അറിഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ അനിയും പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്തായാലും എനിക്കൊരു ചായ എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയാണ്, ഇവക്ക് ചായ വല്ലതും ഉണ്ടാക്കാൻ അറിയാമോന്നു. എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, നീ കൂടുതൽ കളിയാക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അനാമിക ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. വേണു അനിയോട് പറയുന്നുണ്ട്, മോൻ ദയവ് ചെയ്ത് നന്ദുവിനോട് പോയി പറയണം ഇനി ഞങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് എന്ന് പറയാം. അപ്പോൾ നന്ദുവാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ ഉറപ്പുണ്ട്, കാര്യം അവൾ ഹെൽമറ്റ് മാറ്റി മുഖമൊക്കെ കാണിച്ചിട്ടാണ് പോയതെന്ന് പറയുകയാണ്. അതിന് നന്ദു നിങ്ങളോട് ഇത്രയും ശത്രുത വരാൻ എന്താ കാരണം, നിങ്ങളാണോ കള്ളക്കേസൊക്കെ ഉണ്ടാക്കി അവളെ ജയിലിലാക്കിയത് ഇത് പോലീസ് ആവാതിരിക്കാൻ എന്നൊക്കെ ഇങ്ങനെ അനി ചോദിക്കുകയാണ്. അപ്പോൾ പറയണ്ട ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്തോന്ന്, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ കോടതിയിലെന്ന് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാം അത് എന്തൊക്കെ പറഞ്ഞാലും ഇത് അവിടുത്തെ അനന്തപുരിയിലെ മരുമക്കളുടെ അനിയത്തിയല്ലേ, അപ്പോൾ അവളെ ജയിലിൽ കൊണ്ടുപോയാൽ ഞങ്ങൾക്കും കൂടെ നാണക്കേടല്ലേ, അപ്പോൾ എന്താണ് വിധി എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്, ഞാൻ വന്നതാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ല ഞാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട്. അനി പറയാണ്, എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയാണ്. ആ സമയത്തേക്ക് വേണുവും രേവതിയും കൂടെ പരസ്പരം ഇങ്ങനെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കേട്ടോ, ഒരു കള്ള ലക്ഷണത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അടുത്തായിട്ട് ദേവേനെ അനന്തപുരിയിലേക്ക് വരികയാണ്. അപ്പോൾ കാറിൻ്റെ സൗണ്ട് കേട്ടിട്ട് നയന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആരാണെന്ന്. അപ്പോൾ നോക്കുന്ന സമയത്ത് ദേവേനെയായിരുന്നു. അപ്പോൾ ദേവേനി വന്നതിന് ശേഷം നയന ചോദിക്കുകയാണ്, അമ്മ എവിടെ പോയതാന്നൊക്കെ. അപ്പോൾ ഞാൻ എവിടെ പോയാലും നിനക്കെന്താ, നിന്നോട് പറഞ്ഞിട്ട് വേണോ എനിക്ക് പോവാനെന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല അമ്മ ഒറ്റയ്ക്ക് പോയോണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്ക് ഇതിന് മുമ്പും പുറത്തൊക്കെ പോയിട്ടുണ്ടല്ലോ, അതിനിപ്പോൾ എന്താ, അല്ല ഈ ചൂടത്ത് പോയതുകൊണ്ട് ചോദിച്ചത്, ഞാൻ നല്ലോണം കാറിൽ AC ഒക്കെ ഇട്ടിട്ടാണ് പോയത്, ഒരു ചൂടും ഇല്ലായിരുന്നു എന്നൊക്കെ ദേവേനി ഇങ്ങനെ മറുപടി പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല, ആദ്യം തന്നെ അമ്മയോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് അമ്മയോട് തന്നെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണേ എന്താ കാര്യം എന്നിങ്ങനെ ദേവേനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അമ്മയ്ക്കറിയില്ല ആൻമേരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും ഏത് ആൻമേരിയ എന്ന് ചോദിക്കണം. അമ്മയ്ക്കറിയില്ല, അന്ന് ചാനൽ റിപ്പോർട്ടർ ഗ്രേസി ആൻറ്റിയുടെ മോള് ആൻമേരിയ. ഓ അവളെന്തിനാണ് വിളിച്ചത്, വല്ല ഇൻ്റർവ്യൂ എടുക്കാൻ വിളിച്ചതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ നല്ല ആൾക്കാരെ വല്ല ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ പറഞ്ഞേനെ എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിനൊന്നും അല്ല വിളിച്ചത്, അവിടെ ഒരു സംഘടനയുണ്ട്, ആ സംഘടനയിലെ മികച്ച ടാലൻറ്റിനുള്ള സ്ത്രീക്ക് അവാർഡ് കൊടുക്കുകയാണ്, അത് ഇപ്രാവശ്യം എനിക്കാണെന്ന് പറഞ്ഞാണ് അവർ വിളിച്ചതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നയന ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അപ്പം ദേവേനി ഇത് മറന്നു പോവേണ്ട കേട്ടോ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ആക്കിയിട്ട് പറയും, നിനക്കെന്തിനാ ഇത് അവാർഡ് തരുന്നത് എന്നിങ്ങനെ പറയാണ്. ദേവേനി പറയുന്നുണ്ട്, അവൾക്കും അവളെ അമ്മയ്ക്കൊക്കെ വട്ടാ, പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഓർത്തിട്ടായിരിക്കും, എൻ്റെ ഫ്രണ്ടാണല്ലോ അവർ, അതാലോചിച്ചിട്ടായിരിക്കും അവർ നിനക്ക് തരുന്നത്, പക്ഷേ എത്രത്തോളം അത് എനിക്ക് വിഷമമാണെന്ന് അവർക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയുകയാണ്. അപ്പോൾ നയനയും പറയുന്നുണ്ട്, എനിക്കും വലിയ സന്തോഷമൊന്നും ഇല്ല അമ്മ എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ്. സത്യത്തിൽ അമ്മയ്ക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ പറയാൻ, എടി എന്തായാലും ഞാൻ നിന്നെ ഇവിടെ നിർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്, എൻ്റെ മോനെ കരുതി മാത്രമാണ്, അത് നിനക്കും അറിയാം മോനും അറിയാം ബാക്കിയുള്ളവർക്കും അറിയാം, അല്ലാതെ നിനക്കുണ്ടാകുന്ന നേട്ടങ്ങളൊന്നും എനിക്ക് ഒരു സന്തോഷം തരുന്നില്ല, എനിക്ക് സങ്കടം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നയനി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഒരു കള്ള ലക്ഷണത്തോടെ നയനി ഇങ്ങനെ നോക്കുകയാണ്, ദേവേനിയെ നോക്കുന്നുണ്ട്. സന്തോഷമൊന്നുമില്ല അമ്മേ എന്നിങ്ങനെ നയന പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ വിളിച്ച് പറഞ്ഞേക്ക് നിനക്ക് അവാർഡൊന്നും വേണ്ടാന്ന് എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവേനി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിൻ്റെ മനസ്സൊക്കെ എനിക്കറിയാം, ഞാൻ വരുന്നുമ്പേ നിൻ്റെ മനസ്സിവിടെ കിടന്ന് തുള്ളുകയായിരിക്കും, നീ തുള്ളിച്ചാടുകയായിരിക്കും ചെയ്തത്, എന്നിട്ട് നിൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചും പറഞ്ഞു കാണും, എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ അമ്മയോടാണ് ആദ്യം പറഞ്ഞതെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നയന പറയാണ്, ഇല്ലമ്മേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നയനയും പറയുന്നുണ്ട്.
ഞാൻ ഇതുവരെയായിട്ടും ആദർശേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ നയന പറയണം. അപ്പോൾ നീ ആദർശേട്ടനോട് പറയേണ്ട കാര്യം എന്തുവാ, അവനല്ലേ ഇതെല്ലാം ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അന്ന് നിന്നെ ചാനലിൽ റിപ്പോർട്ട് കൊടുത്തതും പിന്നെ ഇപ്പം ഇതിൻ്റെതും എല്ലാം അവനായിരിക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോവേനെ കേട്ടോ. അപ്പം നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്കറിയാം ആരാ ഇതിന് പിന്നിൽ കളിച്ചതെന്നൊക്കെ നയന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അടുത്തായിട്ട് ഓഫീസാണ് കാണിക്കുന്നത്. ജയനും ആദർശും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ നയനയ്ക്ക് അവാർഡ് കിട്ടിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആദർശിന് വളരെയധികം സന്തോഷമാവുകയാണ്, അതുപോലെ തന്നെ ജയനും നല്ല സന്തോഷമാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് ചാനലിൽ റിപ്പോർട്ടൊക്കെ കൊടുത്തില്ലേ, ആൻമേരിയെയും അവളുടെ അമ്മയും കൂടെയാണ് ഇതിൻ്റെ ഈ അവാർഡിന് പിന്നിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ ജയനും പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ദേവേനെ ഇനി വിളിച്ച് പറയുമോ ഇനി ഇത് കൊടുക്കണ്ടെന്നൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നില്ല, അച്ഛാ അത് എന്തായാലും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും മോൻ വീട്ടിലോട്ട് ചെല്ല്, നല്ല സന്തോഷ വാർത്തയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് അനന്തപുരിയിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ അടുത്ത് വന്ന് ആദർശ് പറയാണ്, മുത്തശ്ശി ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്. അപ്പോഴത്തേക്കും ജാനകിയും ജലജയും അവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ചിലർക്കൊക്കെ അത് ദുഃഖമുള്ള വാർത്തയുമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, നയനയ്ക്കിങ്ങനെ അവാർഡ് കിട്ടി, ഇന്നതിൻ്റെതാണ് എന്നൊക്കെ, ബെസ്റ്റ് ടാലൻറ്റിനുള്ള അവാർഡാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് വളരെ സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമാവുകയാണ് ചെയ്യുന്നത്. ഞെട്ടിപ്പോവുകയാണ് കേട്ടോ, ഇവർക്ക് അവാർഡോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് പറയാണ്, ആദർശ് പറയുന്നുണ്ട്, മറ്റേ ആൻമേരിയെയും ഗ്രേസി ആൻറ്റിയും കൂടെയാണ് ഇതിന് പിന്നിലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാം, ഓ അപ്പോഴും അവർ മനഃപൂർവ്വം ഇങ്ങനെ അമ്മ ദേവയാനിയുടെ കൂട്ടുകാരിയല്ലേ, അതുകൊണ്ട് കൊടുക്കുന്നതാണ്, അല്ലാതെ അവൾക്ക് വലിയ കഴിവൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആ സമയത്തേക്ക് അവിടേക്ക് നയനയും ദേവയാനിയും വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി വന്നിട്ട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മരുമോൾക്ക് ഒരു അവാർഡൊക്കെ കിട്ടാൻ പോവുകയാണ്, നിൻ്റെ കൂട്ടുകാരി കൊടുക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, അത് അവൾക്ക് കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നാലും അവൾക്ക് എങ്ങനെ കിട്ടി, അവരെന്താ എന്നോടൊരു വാക്ക് പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇനിയിപ്പോൾ ഞാനൊന്ന് വിളിക്കട്ടെ എന്നൊക്കെ ദേവയാനി പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇനിയിപ്പം വിളിച്ച് ഇതിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണോ എന്നൊക്കെ, എന്നാലും എന്നോടൊന്ന് പറയേണ്ടതല്ലേ അവർ, ഇങ്ങനെ ഇനിയിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേവയാനിക്ക് വളരെ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നയന നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അഭിനയിക്കുകയാണെന്നൊക്കെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ആദർശിനോട് ഇനിയിപ്പോൾ ഭാര്യയ്ക്ക് അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ വളരെ സ്നേഹമായിരിക്കുമല്ലോ, നീ കൊണ്ടുപോയി സ്നേഹിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് നാണമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അവരങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനിയോടും ജലജയോടൊക്കെ മുത്തശ്ശി പറയാണ്, നിങ്ങളിങ്ങനെ കുശുമ്പൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല, അവൾക്ക് ഇവിടെ ഇത്രയും മരുമക്കൾ വന്നിട്ട് നയനമൊക്കെയല്ലേ ഇങ്ങനെ ഇതിനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നല്ല സന്തോഷമായിട്ടിരിക്കും, നീയായിട്ട് ഇനി വിളിച്ചൊന്നും മുടക്കം പറയല്ലേ ദേവയാനി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ താക്കിയതുപോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, എന്തായാലും ഞാനൊന്ന് വിളിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ ജലജ പറയണേ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യരുതെന്ന് വിളിച്ചൊന്ന് അവരെ ഉപദേശിക്കുക എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ദേവയാനി ഇങ്ങനെ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.